ജിബിൻ, നമ്മളിന്ന് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് MLA, കേരള കോൺഗ്രസ് M ആണ് പാർട്ടി. വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങുകയാണ്. ഒപ്പം PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് എടുത്തു പറയേണ്ടത്. 5 വർഷക്കാലം തുടർച്ചയായ 5 തവണ PC ജോർജ് ആയിരുന്നു പൂഞ്ഞാർ MLA. അതിനുശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് M സെബാസ്റ്റ്യൻ കുളത്തിങ്കലിലൂടെ പൂഞ്ഞാർ പിടിച്ചെടുക്കുന്നത്. അതോടെ PC ജോർജിന് ആ ഒരു MLA സ്ഥാനം നഷ്ടപ്പെട്ടു. നല്ല കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിലെ പൂഞ്ഞാറിലെ സാഹചര്യം എന്താണ് ജിബിൻ? പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 9-7 തവണയും വിജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ് PC ജോർജ്. PC ജോർജിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് അല്ലെങ്കിൽ എപ്പോഴും വിവാദ നായകനായിരുന്നു PC ജോർജ്. KCB കയറി അതെ, പ്രസ്താവനകളിൽ കൂടെയൊക്കെ ആയിരുന്നു വിവാദ നായകനായത്. അദ്ദേഹം ഇത്തവണ വീണ്ടും ജനവിധി തേടിക്കണം. ഇത്തവണ ജനവിധി തേടുന്നത് BJPയുടെ ഭാഗമായിട്ടാണ്. 2021 2016 സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. 2026 വരുമ്പോൾ അദ്ദേഹം ഇത്തവണ BJPക്കൊപ്പമാണ് മത്സരരംഗത്തുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേക്കും പൂഞ്ഞാറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് LDFന്റെ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് M ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള കുളത്തിങ്കലാണ് സ്ഥാനാർത്ഥി. നിലവിലെ സിറ്റിംഗ് MLA ആണ് നിലവിലത്തെ സ്ഥാനാർത്ഥി. ഈ വലിയ ഒരു പരിക്കുകളില്ലാതെ ഇത്തവണ കുളത്തിങ്കലിന് മുന്നിട്ട് പോകാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് PC ജോർജ് പരാജയപ്പെട്ടിട്ടുള്ളതും നമ്മുടെ കുളത്തിങ്കലുമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 1987 NM ജോസഫിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. 2021 കുളത്തിങ്കലിനോടും PC ജോർജ് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായൊരു സാന്നിധ്യം എല്ലാ കാലത്തും പൂഞ്ഞാറിൽ നിലനിർത്താൻ PC ജോർജിന് സാധിച്ചിട്ടുണ്ട്. 96 തൊട്ട് 2021 വരെ 5 തവണ അങ്ങനെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ 2016 ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 2016 അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ഇടത് വലത് മുന്നണികളെയും BJPനെയും വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിക്കുന്നത്. പക്ഷെ ആ വിജയം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷവും പറയുന്നുണ്ട്, 3 മുന്നണികളെ താൻ ഇവിടെ അട്ടിമറിച്ചു, അല്ലെങ്കിൽ അട്ടിമറിച്ചു മലർത്തി അടിച്ചു എന്ന് വരെ അദ്ദേഹം പറയും. ഭൂരിപക്ഷം നമുക്ക് നോക്കുകയാണെങ്കിൽ 27,821 ആയിരുന്നു PC ജോർജിന്റെ ഭൂരിപക്ഷം. അത്ര വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ആ ഒരു ഇതുകൂട്ട് ഇമ്പാക്ട് അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല. ആ സപ്പോർട്ട് മൊത്തം, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട എന്നുള്ള സപ്പോർട്ട് മൊത്തം അത് കുളത്തിങ്കലിന്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് 2021. അതിനുശേഷം PC ജോർജിന്റെ രാഷ്ട്രീയം മൊത്തം മാറുന്നുണ്ട്. ഈ 2016 ശേഷം PC ജോർജിന്റെ രാഷ്ട്രീയം മാറിയെന്ന് പറഞ്ഞാൽ ജനപക്ഷം സെക്യുലർ എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കുന്നു. അതിനുശേഷം അത് BJP ആയിട്ട് സഹകരിക്കുന്നു, BJP ലയിക്കുന്നു. അങ്ങനെ PC ജോർജ് BJPയുടെ ഭാഗമാകുന്നു. നമ്മളിപ്പം 2021 തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ PC ജോർജ് BJPയുടെ ഭാഗമല്ല. അന്ന് PC ജോർജ് സ്വതന്ത്രമായിട്ട് നിൽക്കുമായിരുന്നു. അവിടെ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിച്ചത് BDJS ആയിരുന്നു. അപ്പൊ PC ജോർജിന് കിട്ടുക, പക്ഷെ അതിനകത്ത് NDAയുടെ വോട്ട് നമ്മൾ നോക്കി അറിയാം, BDSന് കിട്ടിയ വോട്ട് വളരെ കുറവായിരുന്നു. ആ വോട്ട് PC ജോർജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. അവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നതായാലും. അതെ. ഇപ്പൊ ദീപു പറഞ്ഞാൽ 2016 കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ 2021 കാര്യം പറയുമ്പോഴും അതിനുശേഷം PC ജോർജിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഉണ്ടായ ഒരു അപജയം എന്ന് പറയുന്നത് PC ജോർജിന്റെ ഒരു പ്രസ്താവനകളും കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തമായൊരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. ഭൂരിഭാഗമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ കുറെ വിവാദ പരാമർശങ്ങൾ വലിയ തോതിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹം തിരിച്ചടിയിട്ടുണ്ട്. അത് ഒരു ലൗകികവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം നടത്തി 4000-ലധികം പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്നുണ്ട്. അത് അവിടുത്തെ ഒരു വോട്ടർമാർക്കിടയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായി, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. അതുവരെ ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിവാദ പ്രസ്താവനകൾ ഉണ്ടായതോടെയാണ് അദ്ദേഹം PC ജോർജ് എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ പരാജയപ്പെട്ട് തുടങ്ങിയത്. അവരുടെ സപ്പോർട്ടായിരുന്നു PC ജോർജിന് കിട്ടിയ സപ്പോർട്ട് ഒരു മാരക സപ്പോർട്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് അവിടെ ഒരു കാലത്ത് നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, PC ജോർജിന്റെ കാര്യം പറയുമ്പോൾ ഒരു പോസ്റ്ററോ ഫ്ലെക്സോ പോലും വേണ്ട, PC മത്സരിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി, വോട്ട് തന്നെ കിട്ടും, എല്ലാവരും വോട്ട് ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം പൂഞ്ഞാറുണ്ടായിരുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽ ആദ്യം പറഞ്ഞ പോലെ KCBയിലെ ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നല്ലോ. രാത്രി കറണ്ട് പോയ സമയത്ത് PC ജോർജ് വിളിച്ച് KCBയിലെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവർ ഉറക്കം തൂങ്ങിയിരിക്കുക ഭയങ്കര ചൂടാകുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അതൊക്കെ നാട്ടുകാർക്കിടയിൽ ഭയങ്കര ചർച്ചയായ സാധനങ്ങളാണ്, വീഡിയോകളാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ MLA ബാബുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ കല്യാണത്തിനും എല്ലാ പരിപാടികൾക്കും പോകുന്ന ഒരാളാണ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെയായിരുന്നു PC ജോർജ് ആ കാലത്ത്. പക്ഷെ ഇപ്പൊ PC ജോർജിന്റെ നില
പി സി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മകൻ ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഇപ്പം ഒരു പരിപാടിയിലേക്കും വിളിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു മഹൽ കമ്മിറ്റി വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വിളിച്ചവർക്കെതിരെയാണ് അവർ നടപടി എടുക്കാവുന്ന രീതിയിൽ ഷോൺ ജോർജ് ഈ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും കടുത്ത ഒരു സാഹചര്യമാണ് ഈ 2021 ശേഷം പി സി ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ നേരിടുന്നത്. അതായത് ഈ നമ്മൾ ഈ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിലെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലാണ് പി സി ജോർജിന്റെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ആ നാട്ടിൽ തന്നെ ഈരാറ്റുപേട്ടയിൽ തന്നെ പി സി ജോർജിന് വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർക്കിടയിലും ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിലൊക്കെ വലിയൊരു പിന്തുണ പി സി ജോർജിന് ഉണ്ടായിരുന്നു. പി സി ജോർജിനെ പിന്തുണ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഒരു അതിനും മുകളിലുള്ള ഒരാളില്ലായിരുന്നു. പി സി ജോർജ് കാരണമാണ് ഈ തുടർച്ച 5 വർഷത്തെ 5 തവണത്തെ ജയം. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊരു ലീഡറായിരുന്നു. ആ ലീഡർക്ക് എവിടെയാണോ നാക്ക് പിഴയ്ക്കാൻ തുടങ്ങിയത്, വാക്ക് പിഴയ്ക്കാൻ തുടങ്ങിയത്, അവിടെ തൊട്ടാണ് അദ്ദേഹത്തിന് പരാജയം സംഭവിക്കുന്നത്. കാരണം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അല്ലെങ്കിൽ മുസ്ലിം വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന് ഈ നാക്കുപിഴവ് ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. താൻ ഈ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലൊരു മുസ്ലിം വിരുദ്ധ ഒരു ചിന്താഗതിയൊക്കെ വന്ന സമയത്താണ് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രസ്ഥാനങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരേക്ക് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോഴും അദ്ദേഹം വിചാരിച്ചിരുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടും, തനിക്ക് ഈ ഇവിടുന്ന് വോട്ട് പറയുന്നത് വോട്ട് ഈ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി സി ജോർജ് അത് തന്നെയാണ് വിചാരിച്ചതും അങ്ങനെ തന്നെയാണ് പ്രചാരണം നടത്തിയത്. 2021 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പലയിടത്തു നിന്നും അദ്ദേഹത്തിന് കൂവലുകളടക്കം കിട്ടുന്നുണ്ട്. പലയിടത്തു നിന്നും അത് പ്രചാരണ വാഹനം കടന്നു പോകുമ്പോൾ ആളുകൾ കളിയാക്കുകയും വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ അവിടെ വെച്ച് തന്നെ തിരിച്ച് വണ്ടി നിർത്തിയിട്ട് അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. പല വേദികളിലും ഒരു മോശമായിട്ടുള്ള പ്രസ്ഥാനം നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം വിചാരിച്ചിരുന്നത് തനിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുമെന്നാണ്. പക്ഷേ അവിടെയും അദ്ദേഹത്തിന് കണക്കൂട്ടൽ തെറ്റിപ്പോകുന്നൊരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ വോട്ടുകൾ കിട്ടിയിട്ടില്ല. ആ വോട്ടുകളെല്ലാം പോയി സ്വാഭാവികമായിട്ടും കുളത്തെങ്കിലിന് പോയി. ഈ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അടക്കം പോയി കുളത്തെങ്കിലിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പി സി ജോർജ് പ്രതീക്ഷിച്ച വോട്ടുകളൊന്നും അവിടെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുമില്ല. പക്ഷേ മണ്ഡലത്തിൻ്റെ കണക്കുകൾ അതല്ലെങ്കിൽ പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളില്ലേ നമുക്ക് പറയാനുള്ളത്? അതെ, നമ്മളിപ്പോൾ 21 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പം 21 തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് നമ്മൾ പറഞ്ഞ പോലെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ജനപക്ഷം സെക്യുലർ എന്ന പാർട്ടിയുടെ ബാനറിലാണ് മത്സരിച്ചത്, സ്വന്തം പാർട്ടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അന്ന് കുളത്തെങ്കിൽ 58,668 വോട്ടാണ് 2021 കുളത്തെങ്കം പിടിച്ചത്. പി സി ജോർജിന് കിട്ടിയത് 41,851. കോൺഗ്രസിന് വേണ്ടി ടോമി കല്ലാനിയായിരുന്നു മത്സരിച്ചത്. 34,633 വോട്ട് കിട്ടി. അപ്പോൾ പി സി ജോർജിനേക്കാൾ 16,581 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഈ മണ്ഡലത്തിൽ ജയിക്കുന്നത്. അങ്ങനെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ മണ്ഡലത്തിൽ ജയിച്ച ശേഷം നമുക്കറിയാം, അപ്പം നമ്മളിപ്പോൾ വാഗമണ്, പൂഞ്ഞാറിന്റെ പരിധി വരുന്ന ഭാഗമാണ് വാഗമൺ റോഡൊക്കെ. ആ റോഡൊക്കെ ഒരുപാട് നമുക്കറിയാം മഴക്കാലത്ത് ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നത്. ആ റോഡൊക്കെ എടുത്തു പറയേണ്ട കുറേ വികസനങ്ങൾ, സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങനെ എടുത്തു പറയുന്ന ചില വികസനങ്ങൾ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇപ്പോൾ 2000 നമുക്കറിയാലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് UDF നിലവിൽ അവിടുത്തെ മേൽക്കൈ, അതായത് മൊത്തം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് UDF നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഈരാറ്റുപേട്ടയുണ്ട്, പൂഞ്ഞാറുണ്ട്, പൂഞ്ഞാർ തെക്കേക്കരയുണ്ട്, തീക്കോയുണ്ട്, തെടനാടുണ്ട്, എരുമേലിയുണ്ട്, കൂട്ടിക്കലുണ്ട്, കോരുത്തോടുണ്ട്, മുണ്ടക്കയുണ്ട്, പാറത്തോടുണ്ട്. ഇതിനകത്ത് ഭൂരിപക്ഷം ഇതിലും തദ്ദേശ സ്ഥാപനത്തിൽ ഭരിക്കുന്നത് LDF ആണ് ഭരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതുവരെ കിട്ടാത്തൊരു കാര്യമാണ്, LDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്താണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് മാത്രം BJP പിടിച്ചെടുത്തു. അത് പി സി ജോർജിൻ്റെ ഒരു പോസിറ്റീവായ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി വന്ന ശേഷമാണ് അത് പിടിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം പി സി ജോർജിന് ഉണ്ടായിട്ടുണ്ട്. പി സി ജോർജിൻ്റെ ഈ BJP പ്രവേശനത്തിന് ശേഷം ഉണ്ടായൊരു കാര്യമാണ്. അപ്പോൾ അത് പി സി ജോർജിന്റെ ഭാഗത്ത് പി സി ജോർജിനെ എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതൊരു ദിവസം അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് 2021 BJPക്ക് ലഭിച്ച വോട്ടുകൾ തനിക്ക് ഇത്തവണ അനുകൂലമായിട്ട് കിട്ടും. ഇത്തവണ ആ വോട്ടുകൾ കൂടി കിട്ടുകയാണെങ്കിൽ തനിക്ക് ഈസി ആയിട്ട് ജയിച്ച് കയറാമെന്ന് പറയുന്നത്. ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ എടുത്തു പറയേണ്ടത്, 2021 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NDAക്ക് വേണ്ടി BDJS ആയിരുന്നു അവിടെ മത്സരിച്ചത്. MP സെൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു BDJസിന് വേണ്ടി മത്സരിച്ചത്. അന്ന് പക്ഷേ BDJS പിടിച്ച വോട്ടുകൾ നമുക്ക് നോക്കിയാൽ 2965 വോട്ട് മാത്രമേ BDJS പിടിച്ചിട്ടുള്ളൂ. പി സി ജോർജ് അപ്പം 48,851 വോട്ട് പിടിക്കുകയും ചെയ്തു. അപ്പം നമുക്കത് ഇതിനകത്തുനിന്ന് അറിയാം അത്രയും വോട്ടല്ല അവിടെ ഉള്ളതെന്ന്, BJP വോട്ടല്ല ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ വോട്ടുകൾ മൊത്തം ഓൾറെഡി പി സി ജോർജിന് കിട്ടിയിട്ടുണ്ട്, BJPയുടെ വോട്ട്. ഇനി
പുതിയ വോട്ടുകൾ ചേർത്തപ്പെട്ടാലും ബി സി കൊണ്ട് എത്രമാത്രം പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അവിടെ കണ്ടറിയണം. അവിടെയാണ് നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കൂടെ ആരാന്നുള്ള ആകാംക്ഷ ഉള്ളത്. കഴിഞ്ഞ വർഷം ടോമി കല്ലാനിയായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. അപ്പം അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം അലോഷ്യസ് സേവ്യർ മത്സരിക്കുന്നുള്ള അഭ്യൂഹമുണ്ട്. അപ്പം ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അലോഷ്യസ് സേവ്യർ മത്സരിക്കുന്നുള്ള അഭ്യൂഹം ഉണ്ടെങ്കിലും അലോഷ്യസ് സേവ്യറിനെതിരെയുള്ള പോസ്റ്ററുകളൊക്കെ പൂഞ്ഞാറി പ്രചരിക്കുന്നുണ്ട്. അലോഷ്യസ് സേവ്യറിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ കുളത്തിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യം സിറ്റിംഗ് MLA ആണ്. ഈ സിറ്റിംഗ് MLA വലിയ പരിക്കളില്ലായിട്ടാണ് നമ്മൾ കടന്നുകൂടി എന്ന് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഈ UDF-ലേക്ക് മടങ്ങി പോകണം എന്നുള്ള വികാരമുണ്ടായി. അതിൽ ജോസ് കെ മാണി അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചെന്ന് പറയുമ്പോഴും ജോസ് കെ മാണിയുടെ ഒപ്പം നിന്നൊരു നേതാവാണ് കുളത്തിങ്കൽ. കാരണം വെച്ചാൽ ഈ UDF-ലേക്ക് മടങ്ങി പോകണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ച കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന നേതാവാണ്. മികച്ച പ്രവർത്തനം അദ്ദേഹം അവിടെ കാഴ്ചവെച്ചു എന്ന് പറയുമ്പോഴും ഒരു സൈഡിൽ നിന്ന് വലിയൊരു ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. ഈ ഒരു പ്രകടനം നടത്താൻ പറ്റിയില്ല എന്ന് ആരോപിക്കുന്നത് UDF-ൽ നിന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിലവിൽ ഇപ്പം മണ്ഡലത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വികസനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലത്തെ വികസനം നോക്കിയപ്പോൾ ഇപ്പോൾ അവർ എടുത്തു പറയുന്നൊരു വികസനമായിട്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ കുളത്തിങ്കൽ പറയുന്ന ഒരു കാര്യങ്ങളിലാണ് കൂട്ടിക്കൽ വാഗമൺ റോഡ്. അതൊരു വലിയൊരു ടൂറിസ്റ്റ് സാധ്യതകൾ ഉള്ളൊരു വലിയൊരു റോഡാണ്. കാരണം പല പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാൻ പറ്റുന്ന റോഡാണ്. ആ റോഡിന് മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി ചൂണ്ടിക്കാട്ടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളടക്കം പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പം തിരിച്ചടിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അദ്ദേഹം UDF-ലേക്ക് മടങ്ങി പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു ഖ്യാതി ഇവിടെയുണ്ട്, മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചിലപ്പോൾ അത് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംഭവിക്കാം. പിന്നെ കേരള കോൺഗ്രസിനോട് ഈ തവണ ഉള്ള ഒരു UDF-ന് ഉണ്ടാകുന്നൊരു കുറച്ചൊരു അമർഷമുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതായത് റോഷി അഗസ്റ്റിൻ പിടിച്ചു നിർത്തിയത് UDF-ലേക്ക് പോകാൻ ഇപ്പം ജോസ് കെ മാണി അടക്കമുള്ളവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, MLA-മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിൻ അത് വഴി തടഞ്ഞു. അങ്ങനെ അത് അവർ LDF-ൽ തന്നെ ഉറച്ചു വെക്കുമെന്ന് ജോസ് കെ മാണി നിലപാടെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. പക്ഷെ എങ്ങനെ നോക്കുമ്പോൾ നമ്മൾ PC ജോർജിന്റെ കാര്യത്തോട്ട് വരുമ്പോഴത്തേക്കും PC ജോർജിന്റെ സാധ്യതകൾ നമ്മൾ പറയുമ്പോൾ പോലും വലിയ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ PC ജോർജിന് ഇപ്പോഴും വലിയ സാധ്യതയില്ല. ഇപ്പോഴും കുളത്തിങ്കലിന് തന്നെയാണ് സാധ്യതയുള്ളത്. PC ജോർജിന് ഈ നമുക്കവിടെ പൂഞ്ഞാറ് പോലെയുള്ള ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷം ഇച്ചിരി കൂടുതലുള്ള ഒരു സ്ഥലത്ത് വിജയിച്ച് കയറണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വോട്ടുകൾ സ്വന്തമാക്കിയേ പറ്റുള്ളൂ. ഈ വോട്ടുകൾ എത്രത്തോളം PC ജോർജിന് നേടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പം കുളത്തിങ്കലിന് ഇപ്പം ഒരു കഴിഞ്ഞ വർഷം നേടിയ വോട്ടുകളിൽ പരമാവധി വോട്ടുകൾ നേടാൻ കുളത്തിങ്കലിന് ഇത്തവണ സാധിക്കും. പക്ഷെ PC ജോർജിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പം BJP വോട്ടുകൾ കിട്ടുമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും BJP-യിൽ നിന്ന് വോട്ട് ഒരുപക്ഷെ കിട്ടിയേക്കാം. പക്ഷെ മറുവശത്ത് മുസ്ലിം വോട്ടുകളുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഈ മുസ്ലിം വോട്ടുകളൊന്നും PC ജോർജിന് അനുകൂലമാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം BJP-യുടെ ഭാഗമായിട്ടാണ് മുൻ നിലപാടുകൾ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ 2024 വരെയൊക്കെ PC ജോർജ് തുടർച്ചയായിട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സംയമനം പാലിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹം ഇച്ചിരി ആക്റ്റീവായിട്ടുണ്ട്. ഒപ്പം ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിട്ട് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നും തൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ചുറ്റുപാടും ഏതൊരു സാഹചര്യത്തിലാണെന്നും മനസ്സിലായിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സപ്പോർട്ട് തന്നതും ആരാണെന്നും അദ്ദേഹത്തിന് അറിയാം. അതിനുശേഷം തനിക്ക് ഇടർച്ച ഉണ്ടായത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ദീപു പറഞ്ഞ പോലെ തന്നെ അത് പരമാവധി കാര്യത്തിൽ സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം PC ജോർജിനെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. അദ്ദേഹം പല സമയത്തും വാക്കുകൾ മാറ്റി പറയും. അവിടെയാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഈ വോട്ടുകളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് ഇപ്പം നമ്മളിപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം നാളെ എടുക്കുന്ന സ്റ്റാൻഡ് എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഒരു കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ നിലപാടുകൾ പലപ്പോഴും മാറിപ്പോകുക. അദ്ദേഹം ഇപ്പം നിലവിൽ BJP-ക്കൊപ്പമാണ്, അല്ലെങ്കിൽ NDA-യുടെ ഭാഗമാണ്. അപ്പോഴത്തേക്ക് NDA-യുടെ ഭാഗമായിട്ടുള്ള ഒരു മധ്യ കേരളത്തിലെ ഒരു മുഖമായിട്ടാണ് ഇപ്പോൾ PC ജോർജ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ജീവൻ, ഇതാണ് പൂഞ്ഞാറിലെ കാര്യം. അപ്പം 2026 തെരഞ്ഞെടുപ്പിൽ PC ജോർജ് ആയിട്ടുണ്ട്. BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന, NDA-ക്ക് വേണ്ടി മത്സരിക്കുന്ന PC ജോർജാണ്. LDF-ന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല. അലോഷ്യസ് സേവ്യർ വരുമെന്നാണ്, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പൂഞ്ഞാറിലേക്ക് വരുമെന്നാണ് അഭ്യൂഹം. സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ നമ്മൾ ഈ പറയുന്ന സമയം വരെ വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂടെ വന്നു കഴിഞ്ഞ ശേഷം പൂഞ്ഞാറിലെ സാഹചര്യം എത്രത്തോളാണെന്ന് നമുക്ക് പിന്നീട് ഒന്നുകൂടെ